നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിലേക്ക് 2 പേര് വന്നു, ഡിഗ്രി കഴിഞ്ഞ 2 സ്റ്റുഡൻസ് വന്നു. അവർ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇനി എന്താ കോഴ്സ് എടുക്കേണ്ടത്. കാരണം ഈ +2 കഴിഞ്ഞ ഒരു മാനസികാവസ്ഥ ഉണ്ട്. നമുക്ക് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറുന്ന സമയത്ത് ഡിഗ്രി കഴിയുന്നത് വരെ വീട്ടിൽ നിന്ന് പൈസയൊക്കെ മേടിക്കാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ ഒരു പോയിന്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് പൈസ വയ്ക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. കാരണം നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ് ഡിഗ്രി കഴിഞ്ഞുണ്ടാവുക. പക്ഷേ ആ സമയത്ത് ആക്ച്വലി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള 2 സുഹൃത്തുക്കൾ എൻ്റെ ഓഫീസിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ ഇങ്ങോട്ടേക്ക് ഒരുപാട് ഓപ്ഷൻസും പറഞ്ഞു. അതായത് ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം PG ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, എന്തെങ്കിലും ഷോർട്ട് ടൈം കോഴ്സ് എടുത്ത് പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. കാരണം പെട്ടെന്ന് പൈസ കയ്യിൽ വരണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പോയിന്റിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡും നിങ്ങളുടെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് കോഴ്സുകളെ പറ്റിയും ഇത്തരത്തിലുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോഡിങ്, പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഡാറ്റ അനലിറ്റിക്സ്, പിന്നെ ഫൈനാൻഷ്യൽ സൈഡിലുള്ള ഫൈനാൻസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷോർട്ട് ടൈം കോഴ്സുകളെ പറ്റിയുള്ള ഫീഡുകൾ അല്ലെങ്കിൽ പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് പുറത്തുകൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ബിൽ ബോർഡ്സിലും ഹോർഡിങ്സിലൊക്കെ പല സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങളാണ്. അതിൽ മമ്മൂട്ടിയും മോഹൻലാലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ കണ്ടിട്ട് പോയിട്ട് ഒരു കോഴ്സ് എടുക്കുന്ന സ്ഥിതിയിലേക്കൊന്നും വരാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ നല്ല പൈസ വാങ്ങിയിട്ടാണ് ഇതിൻ്റെ പരസ്യത്തിൽ നിൽക്കുന്നത്. നമുക്ക് ഇവരാരും ഇത് പഠിച്ചിട്ട് സക്സസ്ഫുൾ ആയ ആൾക്കാരൊന്നുമല്ല. അപ്പോൾ നമ്മളതിൻ്റെ പരസ്യം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവർ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി പരസ്യം ചെയ്തുകൊണ്ടുള്ളതുകൊണ്ട് ഒരു കോഴ്സും ഇന്നത്തെ കാലത്ത് എടുക്കരുത്. അതുകൊണ്ട് നമുക്കതിൽ വലിയ വിജയം കൈവരിക്കാൻ കഴിയും എന്നൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു ലോങ് ടൈം പരിപാടിയാണ്. ഒരു കോഴ്സ് എടുക്കുക, പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും നാളെയും ജോലി ചെയ്യാനുള്ളതല്ല. നമുക്ക് നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതം തീരുമാനിക്കുന്ന കാര്യമാണ് ഈ കോഴ്സ് എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിന് അത്രയും കെയർ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ വെറുതെ ജസ്റ്റ് പോയി ആരെങ്കിലും എടുക്കുന്നതിന് ഒരു കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരിയർ ലൈഫിൽ നമ്മളെ ബാധിക്കും. നമുക്ക് ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങൾ പോയിന്റിൽ സ്റ്റക്കാണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പൈസയും കഴിയില്ല. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റക്ക് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തോട്ടം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സ് പെട്ടെന്ന് എടുത്തിട്ട് ജോലിക്ക് കയറാം, ബാക്കി എന്നിട്ട് ആലോചിക്കാം നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഒരു ഷോർട്ട് ടൈം കോഴ്സ് എടുത്ത് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലാത്ത ഒരു ഏരിയയിൽ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ ജോലി നിങ്ങൾക്ക് അധികകാലം കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള സത്യം അവിടെ മനസ്സിലാക്കണം. അധികകാലം കൊണ്ടുപോകാൻ കഴിയാതെ പിന്നെ ജോലി ക്വിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ജോലി ക്വിറ്റ് ചെയ്ത അവസ്ഥയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 20s തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു 23 ഒക്കെ ഏജ് ആണ്, 25 25 താഴെയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളൊന്നും ആയിട്ടില്ല, കരിയറിൽ ഒന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പം ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ താല്പര്യമുള്ള ഏരിയയിലേക്ക് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചൊരു ജോലിക്ക് കയറാനുള്ള സമയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നൊരു ചെയ്യുന്ന ജോലിയൊക്കെ ക്വിറ്റ് ചെയ്തിട്ട് അടുത്തൊരു നമ്മളെ താല്പര്യമുള്ള ഏരിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അപ്പം എല്ലാവർക്കും ഇപ്പം വലിയ റിസ്ക് എടുക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് കൃത്യമായിട്ട് ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ഒരു കോഴ്സ് എടുക്കാൻ നിൽക്കരുത്. എനിക്കതാണ് പറയാനുള്ളത്. നിങ്ങൾ ആ കോഴ്സിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കണം. ആ കോഴ്സിനെ പറ്റി കൃത്യമായി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം കണ്ടിട്ട് പഠിക്കരുത്. ഇപ്പം നമുക്കറിയാം നമ്മൾ പല സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട്, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. +2ഉം 10ഉം +2ഉം ഡിഗ്രിയും കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട്. ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ സ്ഥാപനങ്ങൾ, അതായത് നമുക്കറിയാം അതിൻ്റെ ഏത് കരിയർ ഗൈഡൻസ് പരിപാടിയായാലും ഏത് എജു എക്സ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ കുറേ കമ്പനികൾ, അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പരസ്യം, അവരിതിന് വേണ്ടി പരസ്യം ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ പരസ്യം ഉണ്ടാവും, ഫുൾ ഫ്ലെക്സിൽ അവരുടെ പരസ്യം ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ കുറച്ച് ആളുകൾ വന്നിട്ട് അവരുടെ സ്ഥാപനത്തെ പറ്റിയും സ്ഥാപനത്തിൽ വിൽക്കുന്ന കോഴ്സുകളെ പറ്റിയും ആദോരാതെ സംസാരിക്കും, എന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ അത്തരം സ്ഥാപനങ്ങളുടെ മേധാവികൾ എടുത്തുന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ആളുകളുടെ അടുത്തുനിന്നോ സെയിൽസ് ടീമിൻ്റെ അടുത്തുനിന്നോ ഒരിക്കലും നമ്മൾ ഒരു കോഴ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ കോഴ്സിലേക്ക് നമ്മൾ പോകും. കാരണം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എല്ലാ കഴിവും അവരുടെ അടുത്തുണ്ട്. കാരണം നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, നമുക്ക് എന്താ എടുക്കണമെന്ന് അറിയാത്ത ആളുകളല്ലേ. അപ്പോൾ നമ്മളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പറ്റിക്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഈ കാലത്ത്, കാരണം ഇത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഇത് ഭയങ്കര വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് പോവുക. നമ്മൾ കുറേ പൈസ കൊടുക്കും, നമ്മുടെ സമയവും പോകും. പിന്നെ നമ്മളെന്താ പറയുക, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ആരോടും പറയുന്നില്ല. കാരണം നമുക്ക് പറ്റിയൊരു അബദ്ധമാണല്ലോ, അതുകൊണ്ടാണ് ഇത് കുറേ പുറത്തു വരാത്തത്. നമുക്ക് പറ്റിയൊരു അബദ്ധം നമ്മളുണ്ടാവില്ല, നാട്ടുകാരോട് വിളിച്ച് പറയില്ല, ഭയങ്കര മടിയാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത്തരം ഫ്രോഡ് കളിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ആളുകൾക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഏത് സ്ഥാപനത്തെ പരസ്യം കണ്ടിട്ടായിക്കോട്ടെ, ആ ഒരു കോഴ്സ് പഠിച്ച് ഇപ്പം ജോലി ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചിട്ട് അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അതിനെപ്പറ്റി പഠിക്കുക, അതിൻ്റെ സ്ട്രഗിൾസ് എന്താണെന്ന് പഠിക്കുക.
ആരാണ് ഇതെടുത്ത് എന്തൊക്കെയാണ് ഇതിന് ജോലി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പഠിക്കുക, പിന്നെ എത്ര പഠിക്കാനുണ്ട്, കുറേ പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, എന്തൊക്കെയാണ് ജോലിയിലുള്ള റിയൽ സ്ട്രഗിൾസ് എന്ന കാര്യങ്ങളൊക്കെ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റികൾ, സാലറി സ്കെയില്, ഇതിൻ്റെ കുറച്ച് കാലം കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ AI വന്ന് ബാധിക്കുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊന്നും ജസ്റ്റ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് 1 മാസം 2 മാസം സമയം നിങ്ങൾ എടുത്തു എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ലൈഫ് നമ്മൾ കളയാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫിലേക്കുള്ള വലിയൊരു തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാമെന്ന തീരുമാനമാണ്. സത്യമാണ്, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാമെന്ന തീരുമാനമാണ്. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് പറയും 10ാം ക്ലാസ്സാണ് ടേണിംഗ് പോയിന്റ്, +2 ആ ടേണിംഗ് പോയിന്റ്, പിന്നെ ഡിഗ്രി ടേണിംഗ് പോയിന്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല ടേണിംഗ് പോയിന്റ്. നമ്മൾ ടേണിംഗ് പോയിന്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യല്ലോ. നമ്മൾ ഈ ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയാണ് ഇത്രയും കാലം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജോലിക്ക് കയറുന്ന പോയിന്റാണ് ടേണിംഗ് പോയിന്റ് ഉണ്ടാവുക. കാരണം അവിടെ സാലറി കിട്ടി തുടങ്ങും, നമുക്ക് പൈസ, കാരണം നമ്മൾ അതുവരെ പഠിച്ചിട്ടേ ഉള്ളൂ, നമ്മൾ പൈസ ചിലവാക്കിയിട്ടൊന്നുമില്ല. പൈസ ഇങ്ങനെ വീട്ടിൽ നിന്ന് മേടിക്കാം, ചിലവാക്കാം, അതിനപ്പുറത്ത് നമ്മൾ സ്വയം ഏൺ ചെയ്തിട്ടൊന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ പൈസ ഏൺ ചെയ്യാൻ പോകുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് വരും, പൈസ കൊടുക്കേണ്ടി വരും, നമ്മൾ മറ്റു കാര്യങ്ങൾ, നമുക്കിപ്പം സാധനങ്ങൾ നമ്മൾ മേടിക്കും, EMI വരും, അങ്ങനെ ഒരു ടിപ്പിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അയ്യോ ഇതെൻ്റെ അബദ്ധമായി പോയല്ലോ എന്ന് പറയുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത്. സോ ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്തതിനെ പറ്റി ആലോചിക്കുക. സോ സീ യു.